ദേവേട്ടൻ അവളെ കണ്ടിരുന്നോ? ഇല്ല. നീ അവിടെ ചെല്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം? തനിക്കൊന്നും തോന്നരുത്. ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ ആലോചിക്കുക, കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോ എന്ന്. എന്താ ദേവേട്ട, ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണോ? പറഞ്ഞുകൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ദേവേട്ടനായി ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തിയവനാ ഞാൻ. അതില്ലാതായപ്പോ ഓർമ്മകളോട് പോലും ഒരു മടുപ്പ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിടും. നിനക്ക് പോയി അവളെയും ടിറ്റോയെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നൂടെ? ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ ദേവേട്ട. പെട്ടെന്ന് വഴങ്ങാൻ മനസ്സിനൊരു മടി. ദേവേട്ടനെ വിടും വിട്ടെങ്ങും പോരുത്. എന്റെ പരാതി കേൾക്കാൻ എനിക്ക് ദേവേട്ട മാത്രമല്ലേ ഉള്ളൂ. എന്താ പൊതിയൊക്കെ? കുറച്ച് മട്ടൻ ഫ്രൈയും ചപ്പാത്തിയാ ദേവേട്ടന് രാത്രി കഴിക്കാൻ ക്യാൻറ്റീനില്ല. നല്ല അസല് മട്ടൺ ഫ്രൈ. ഞാൻ എടുത്തോളാം. ആരാ എന്റെ മരുമോളാണോ ഇന്ന് പാചകം? മരുമോളും ഫിഫിമോളും കൂടാ. ഇത്രയും നാള് ഫിഫിമോൾ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സാർ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ. ഫിഫ്ത്തിന് ഓക്കെ ഡാഡി? ടിറ്റു ഈ ചോറ് വെന്തില്ലല്ലോ. മിണ്ടായിരുന്നു കഴിച്ചേച്ചു പോടാ. ഇന്ന് ഇവിടെ അല്ല ഭരണം. അതിന്റെ കുറവ് കാണാനുണ്ട്. ഇതെന്താ ഇത്? സാമ്പാർ. അപ്പൊ രസം കണ്ടിരിക്കും. ഇതെന്താ ഇനി? അവിയല്. ഈ ചാമ്പാറോ അവയിലോ ഇറച്ചി മീനൊന്നുമില്ലേ? ഇന്നിവിടെ ഇറച്ചി മീനൊന്നുമില്ല. എടാ ഇന്ന് വേണിയുടെ പാചകമാണ്. ഈ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങതാ, ഞാൻ വയറി കുടിച്ചോണ്ടങ്ങ് പാ. കൊഞ്ചച്ചാറുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട. നീ രാത്രിയിലങ്ങ് വരുമല്ലോ, ഓളാവുന്നൂടാ. അല്ല, കൊഞ്ചച്ചാർ എടുക്കട്ടേന്ന്. മോളെ നീ ഇച്ചിരി അതിങ്ങെടുത്തോ. അമ്മാളേ അമ്മാളേ കരിമീൻ അമ്മാളേ 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 അമ്മാളേ. നിന്നെ ഞാനേ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കാം. നീ ഷൈൻ ചെയ്യുന്നോ? ആലവലാതി. ഡാഡിയുടെയും ബെറ്റിയാന്റെയും മുമ്പിൽ വെച്ച് നീ എന്നെ ആക്കുന്നോ? അയ്യേ, നീ ഇത്ര ചീപ്പായിട്ട്. അതേടാ, നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചു മുതൽ എന്റെ അണ്ണനെ വായി നോക്കി നടക്കുന്ന നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും പോരാ, സാമ്പാർ പോരെന്നോ? ആഹാ, അത് നിനക്ക് ഇനി നിനക്ക് ഇറച്ചിമീൻ വേണ്ടല്ലോ. ഇനി നീ ഷൈൻ ചെയ്യോ? ഷൈൻ ചെയ്യോ? നാളെ ഞാൻ പോവാ. നിന്റെ ജോലിക്കാരിയൊക്കെ ശരിയായോ? ശരിയായി. ക്വാർട്ടേഴ്സ് ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണിയെ. സാജനും അവിടെ തന്നെ അല്ലേ? അവിടെ തന്നെയാ. പക്ഷെ അവൻ പോയിട്ട് യാതൊരു വിവരവുമില്ല. നീ വൈകിട്ട് കർക്കിടക ടൂറിസ്റ്റ് ഹോമിലേക്ക് വരൂ. എല്ലാരും ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോട്ടെ. ശരി. ടിറ്റോ ടിറ്റോ പോകുന്നതിന് മുമ്പ് അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം. ശരിയാ. അതേതായാലും നന്നായി നീ അവനെ പോയി കണ്ടത്. അവൻ അത്രേ ഉള്ളൂ. എന്നിട്ട് സ്വാമി കുഴന്ത എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നതിന് മുമ്പ് വേണിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ കെട്ടുകയും ചെയ്തു. പാവം. ഇനി നിനക്ക് ധൈര്യമായിട്ട് പോ. ബാക്കി ഞാൻ ഏറ്റു അണ്ണനെ പെങ്ങളെ ഒരുമിപ്പിക്കുന്ന കാര്യം. ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയിണ്ടോ? എന്താന്ന്
ചാപ്പാടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തോമേ. ആ എല്ലാരും താഴെ വന്ന് കഴിക്കണം. പ്ലേറ്റും ഗ്ലാസും പൊട്ടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ്. എല്ലാരും കേക്കി. താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്ത് എഴുതണം. കത്ത് എഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ളൊരു പുസ്തകമുണ്ട്. അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിയുടെ മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിയുടെ മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ. നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാജൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ ഫിഫിക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിലല്ല എന്ന് ഞാൻ സാധനം കൊണ്ടുവരുന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിത് അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു 10 മൈലിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡ് മേളവും എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യക്ക് ഫിഫിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു വേണി. ഫിഫി നോക്ക്, അവളെ കരയുന്നുണ്ടോ? ആ, ഇത് നല്ല കൂത്ത്. ടേക്ക് ഇറ്റ് ഈസി യാർ. ഇത്തിരി കരഞ്ഞോട്ടവര്. ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി. ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തേ. ആ അളി, ഞാൻ പോയാ നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഇവരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ വിസയുടെ കാര്യം നീ ഏറ്റോണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ സ്വാമി വരുന്നുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിനക്ക് എഴുതാം. വല്ലപ്പോഴൊക്കെ നീ വീട്ടിലോട്ട് പോണം. Your attention please. This is the final call for the passengers boarding on Air India flight Hotel, yeah. AI930 to Dubai. You're requested to check in through immigration, security and customs. Thank you. എല്ലാം ക്ഷമിക്കണം. പോയിട്ട് വരണ്ടേ? റെഡി? അളി, ഒന്നും മനസ്സിൽ വെക്കരുത് അളിയ.